ഹായ് വെൽക്കം ടു എജ് വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യോളജിയിലെ സോഷ്യൽ പ്രോബ്ലംസ് എന്ന മൊഡ്യൂളിലെ ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പം മീനിങ് എന്താണെന്ന് നോക്കാം. ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയുന്നത് വെൻ എ ചൈൽഡ് പെർഫോംസ് എനി ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി വിച്ച് ഈസ് പണിഷബിൾ ഇൻ ദ ലോ ഹീസ് നെയിംഡ് ആസ് എ ഡെലിൻക്വൻറ്റ് ചൈൽഡ്. സോ ഒരു കുട്ടി ഒരു ആൻറ്റി സോഷ്യൽ നമ്മുടെ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതായത് പണിഷബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ക്രിമിനൽ രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നിയമങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന കുട്ടികളെ നമ്മൾ വിളിക്കുന്നതാണ് ഡെലിൻക്വൻറ്റ് ചൈൽഡ് എന്ന്. സോ ദ ഡെലിൻക്വൻസ് ആർ ദോസ് ഹു ബ്രേക്ക് ദ സോഷ്യൽ സോ ഡെലിൻക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സൊസൈറ്റിയിലുള്ള നമ്മുടെ നിയമങ്ങളെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡെലിൻക്വൻസ് എന്ന് പറയുന്നത്. ദിസ് ടീനേജേഴ്സ് ഡു നോട്ട് തിങ്ക് ദ റൈറ്റ് ആൻഡ് റോങ് സൈഡ് ഓഫ് ആൻ ഇവൻറ്റ്. ദേ സ്റ്റീൽ ആൻഡ് ഡാമേജ് ദ പ്രോപ്പർട്ടി ആൻഡ് കമ്മിറ്റ് സം ഓഡിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് ഡെക്കോസിറ്റി ആൻഡ് മർഡർ. ദ ഡെലിൻക്വൻസ് ആർ immoral in their nature. So the term juvenile delinquent, so കൂടുതലും എന്താണ് ഈ ഡെലിൻക്വൻസി എന്ന് പറയുന്നത് ടീനേജേഴ്സിലുള്ള കുട്ടികളാണ്. അവർക്ക് തെറ്റേതാ ശരിയേതാ എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു തിങ്കിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യാൻ നോക്കും. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർ കക്കുകയോ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ മുതലുകൾ എടുക്കുക, അതിന് ഡെക്കോസിറ്റി എന്ന് പറയും, കവർച്ചയും അതുപോലെ കൊലപാതകങ്ങളും ഒക്കെ ചെയ്യുക. സോ ഇതിനെല്ലാം നമ്മൾ പറയുന്നത് ജുവനൈൽ ഡെലിൻക്വൻസി. അത് കുട്ടികൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയുന്നത്. So the term juvenile delinquent, however, usually relates to adolescents who are old enough to come under the purview of the juvenile code. Psychologically, it is impossible to fix a definite age at which responsibility begins, if only because so much depends on mental rather than chronological age. Above all, delinquency is basically termed as violating behavior that comprises only of those offenses by minors belong to 16 to 20 age group, followed by those who are 12 to 16 years old, which might be punishable in the case of adult. സോ ജുവനൈൽ ഡെലിൻക്വൻ്റ് എന്ന് പറയുന്നത് ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അഡോളസൻസ് ഏജിൽ ഗ്രൂപ്പിൽ വരുന്ന കുട്ടി, അതായത് 18 വയസ്സിൽ താഴെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ചിലതിൽ 16 വയസ്സുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ആക്ടിൽ ചൈൽഡിനെ കണക്കാക്കുന്നത് 18 വയസ്സ് വരെയാണ്. അല്ലാതെ പല ഡെഫിനിഷൻസിൽ ആൺകുട്ടികൾക്ക് 16 വയസ്സിൽ താഴെയും പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിൽ താഴെയും എന്നും ഡിഫൈൻ ചെയ്യുന്നു. സോ നമുക്ക് നോർമലി ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ ജുവനൈൽ കാറ്റഗറി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഇതിൽ കൂടുതൽ എന്താണ് ജുവനൈൽ ഡെലിൻക്വൻസി ചെയ്യുന്നത് കൂടുതലും അവർക്ക് അവരുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാളും ഒരു മെൻ്റൽ ഏജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓരോ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന 10 വയസ്സുള്ള കുട്ടികൾ വരെ എന്താണ് ഭയങ്കര ക്രിമിനൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ അഡൾട്ട് ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാറുണ്ട്. സോ അത് അവരുടെ മെൻ്റലിനെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് ഈ ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയുന്നത്. Juvenile delinquency is a serious offense and it is determinal for the social order in any country. In common terminology, juvenile is a child who has not attained a certain age at which he can think rationally and often understand the consequence of his or her act. So, juvenile കൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടിയാണ് ഒരു സെർട്ടൈൻ ഏജ് ഗ്രൂപ്പ് എത്താത്ത കുട്ടികൾ. അവർക്ക് എന്താണ് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ റാഷണലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നതിന് മുമ്പ് അവർ അതിൻ്റെ വരായികൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അതൊരു ക്രൈമായിട്ട് മാറുന്നു. സോ അതിനെ നമുക്ക് ജുവനൈൽസ് എന്ന് പറയാം. സോ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ നമുക്ക് ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയാം. ഇറ്റ്സ് ദ ബ്രോഡ് ബ്രേസ്ഡ് ടേം ഗിവ് ടു ജുവനൈൽ ഹൂ കമ്മിറ്റ് ക്രൈംസ്. സോ കുട്ടികളുടെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറയാം. ഇനി ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റോബിൻസൺ ആൻഡ് സിറിൽ ബർട്ടിൻ്റെ 2 ഡെഫിനിഷൻസ് ആണ് ജുവനൈൽ ഡെലിൻക്വൻസിയെ കുറിച്ച്. സോ വേവാർഡ്, ഇൻകറിജിബിൾ ഓർ ഹാബിച്വലി ഡിസൊബീഡിയൻറ്റ് ചൈൽഡ് ഇസ് കോൾഡ് എ ജുവനൈൽ ഡെലിൻക്വൻ്റ് എന്നാണ് റോബിൻസൺ പറയുന്നത്. സിറിൽ ബർട്ട്, ഒഫൻസസ് ഇൻക്ലൂഡഡ് അണ്ടർ ഡെലിൻക്വൻസി കംപ്രൈസ് ഫോർ ദ മോസ്റ്റ് പാർട്ട് സച്ച് ബ്രീച്ചസ് ഓഫ് ലോ ആസ് വുഡ് ബി പണിഷബിൾ ഇൻ ആൻ അഡൾട്ട് ബൈ പീനൽ സെർവിറ്റ്യൂഡ് ഓർ ഇംപ്രിസൺമെൻറ്റ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. സിറിൽ ബർട്ടിൻ്റെ ജുവനൈൽ ഡെലിൻക്വൻസിയെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ് ഇത്.
ഇനി അടുത്ത ജുവനൈൽ ഡെലിങ്ക്വൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടെ മസ്കുലർ ആൻഡ് ബോൾഡ് ആയിരിക്കും. ഭയങ്കര മസ്കുലർ ആക്റ്റീവ് അല്ലെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ബോൾഡായിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ജുവനൈൽ ഡെലിങ്ക്വൻസിൻ്റെ എന്ന് പറയുന്നത്. ദേ ആർ റെസ്റ്റ്ലെസ്ലി എനർജറ്റിക്, ഇമ്പൾസീവ്, എക്സ്ട്രോവേർട്ടഡ്, അഗ്രസീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. സോ റെസ്റ്റ്ലെസ് ആയിരിക്കും, അവരെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, എനർജറ്റിക് ആയിട്ടുള്ള, ചെറിയ കാര്യത്തിന് എന്താവും ഇമ്പൾസീവ്, പെട്ടെന്ന് അതിന് ഇമ്പൾസീവ് ആവുന്ന, എക്സ്ട്രോവേർട്ടഡ് ആണ്, പുറത്തോട്ട് എല്ലാം ഷോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അഗ്രസീവ്, അക്രമശീലം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉള്ളവരായിരിക്കും ജുവനൈൽ ഡെലിങ്ക്വൻസ് എന്ന് പറയുന്നത്. They are hostile, defiant, resentful, suspicious, unconventional and non-submissive to authority. So ഇവർ എന്താണ് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോ ഉണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും അവരെന്താവത്തില്ല, അതിലോട്ടൊന്നും അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത, സബ്മിസീവ് അല്ല, അവർ ഒന്നിനും കീഴ്പ്പെടാത്തവരാണ്, ഇതെല്ലാത്തിനും മുകളിലാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ടെൻഡൻസി. They tend to direct and concrete rather than symbolic intellectual expression and are less methodological in their approach to the problems. സോ ഇങ്ങനെയുള്ള കുട്ടികൾ അവർ ഡയറക്റ്റ് എന്താണ് അവരുടെ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അതിനെ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് അതിനെന്താണോ സൊല്യൂഷൻ അതാണ് ചെയ്യുന്നത്. ഒരാൾ മോശമായിട്ട് പെരുമാറി അപ്പോൾ തിരിച്ച് അയാൾ എന്ത് ചെയ്യുക, അതിനായിട്ടുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്താഗതിയുള്ള കുട്ടികളായിരിക്കും ഡെലിങ്ക്വൻസ് എന്ന് പറയുന്നത്. ദേ ആർ ലാക്ക് ഓഫ് അഫെക്ഷൻ, സ്റ്റെബിലിറ്റി ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്. പാരൻസ് ആർ യൂഷ്വലി അൺഫിറ്റ് ടു ബി എഫക്റ്റീവ് ഗൈഡ് ഫോർ ദം. സോ അവർക്ക് അറ്റൻഷൻ കുറവ്, അഫെക്ഷൻ കുറവ്, മറ്റുള്ളവരോട് ഒരു അഫെക്ഷനും കാണില്ല, അതുപോലെ ഒരു സ്റ്റെബിലിറ്റി കാണില്ല, ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ്, ശരി തെറ്റ് എന്ന് പറയുന്ന ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ് കാണില്ല. അത് പാരൻസ് യൂഷ്വലി എന്താണ് ഇവരെ ഗൈഡ് ചെയ്യുന്ന കാര്യത്തിൽ അൺഫിറ്റ് ആയിരിക്കും, അവർക്കത് ചെയ്യാൻ പറ്റില്ല. ദേ സോ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. സോ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള ബിഹേവിയർ ഷോ ചെയ്യും. ദേ വയലേറ്റ്സ് ദ നോംസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നോംസ് ഉണ്ടല്ലോ, ഒരു ബിഹേവിയർ ഉണ്ട്, ഒരു പാറ്റേണിൽ. സോ അതെന്ത് ചെയ്യും, അവർ വയലേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും. ദേ ഷോ റിലേറ്റീവ്ലി സീരിയസ് ലീഗൽ ഒഫൻസസ്. സീരിയസ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇവർ കാണിക്കും. ദേ ഹാവ് ലോ ഇൻ്റലിജൻസ് കുറവായിരിക്കാം. ദേ ഷോ ദ ടെൻഡൻസി ഓഫ് മെൻ്റൽ അബ്നോർമാലിറ്റീസ്. സോ പിന്നെ മെൻ്റലി അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യാം, ജുവനൈൽ ഡെലിങ്ക്വൻസി അല്ലെങ്കിൽ ക്രൈമിലോട്ട് എത്തിപ്പെടാം. ദേ ക്യാൻ നോട്ട് ജഡ്ജ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് സൈഡ് ഓഫ് സിറ്റുവേഷൻ ഓർ ആൻ ഇവൻറ്റ്. സോ അവർക്ക് ഒരു സിറ്റുവേഷനിലെ ശരി തെറ്റ് ഏതാണെന്ന് അത് വേർതിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഇല്ലായിരിക്കും. സോ ഇനി നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് ഡെലിങ്ക്വൻസി. സോ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് പറയാം കുറ്റകൃത്യങ്ങളുണ്ട്. സോ സോഷ്യൽ ഡെലിങ്ക്വൻസി എന്ന് പറയാം. സോഷ്യൽ ഡെലിങ്ക്വൻസി is marked from group behavior where a number of young people form group and indulge in an anti-social activities such as stealing of bicycle, scooter and car, illegal sexual activities, fighting, challenging to the high authorities, destroying the public properties ആൻഡ് സച്ച് അതർ ആക്ടിവിറ്റി. സോ സോഷ്യൽ ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് ബിഹേവിയറാണ്. സോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒന്നിച്ചെന്തെങ്കിലും ക്രൈംസ് ചെയ്യുന്നു. സോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും ചേർന്ന് മോഷ്ടിക്കാൻ അല്ലെങ്കിൽ വീടുകൾ തോറും കയറി മോഷ്ടിക്കാൻ നോക്കുന്നു. സോ അല്ലെങ്കിൽ ആൾക്കാരുടെ കാർ മോഷ്ടിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസിനെ നശിപ്പിക്കാൻ നോക്കുന്നു. സോ ഇതെല്ലാം എന്താണ് കൂട്ടം ചേർന്ന് നിന്നുകൊണ്ട് സൊസൈറ്റിക്കെതിരായിട്ട്, സൊസൈറ്റിയുടെ നിയമങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ഗ്രൂപ്പായിട്ട്. സോ അതിനാണ് നമ്മൾ സോഷ്യൽ ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത്. സോഷ്യൽ ഡെലിങ്ക്വൻസി നമുക്ക് ഗുണ്ടകളുടെ കൊട്ടേഷൻ ടീംസിനെയൊക്കെ നോക്കി അറിയാമല്ലേ, അവർ ഗ്രൂപ്പായിട്ടാണല്ലേ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കൊട്ടേഷൻ പിടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരെ സമ്പാദ്യങ്ങൾ സ്റ്റീൽ ചെയ്യുക, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് കാണിക്കുക. സോ അല്ലെങ്കിൽ അതോറിറ്റീസ് പ്രസിഡൻറ്റിനെയും പ്രൈം മിനിസ്റ്ററിനെയൊക്കെ വെല്ലുവിളിക്കുക. സോ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിന് നമുക്ക് സോഷ്യൽ ഡെലിങ്ക്വൻസി എന്ന് പറയാം. സോ ഇനി അടുത്ത ഇൻഡിവിജ്വൽ ഡെലിങ്ക്വൻസി ഉണ്ട്. Individual delinquency can be marked by an adolescent either in good family or bad family. Sometimes to solve one's individual problem, a young person can take a wrong attempt in the family, in the neighbor or in the society. So individual delinquency എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇൻഡിവിജ്വലായിട്ട് അയാൾക്ക് ഫാമിലിയിലുണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിനെതിരായിട്ടോ, അല്ലെങ്കിൽ ചിലപ്പം നല്ല ഫാമിലി തന്നെ ആയിരിക്കാം, അയാളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ക്രൈംസ് ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നതിനാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഡെലിങ്ക്വൻസി എന്ന് പറയാം.
സോ ഇൻഡിവിജ്വൽ ഡെലിംഗ്വൻസി എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ക്രൈം ആയിരിക്കും ഇൻഡിവിജ്വൽ ഡെലിംഗ്വൻസിയിൽ വരുന്നത്. Next is aggressive delinquency. In this type of delinquency, the attack may be physical aggression, torturing, damaging properties at home and in school, forgery, attempt to commit suicide. So, aggressive delinquency എന്ന് പറയുന്നത് ഈ ടൈപ്പ് എന്ന് പറയുന്ന അറ്റാക്ക് മറ്റാളെ അഗ്രഷനിലൂടെ ആക്രമണത്തിലൂടെ അയാൾ അല്ലെങ്കിൽ ഫിസിക്കലി അഗ്രസ് ചെയ്ത് അല്ലെങ്കിൽ ടോർച്ചർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചുകൊണ്ട് വീട്ടിൽ അല്ലെങ്കിൽ പുറത്തെയുള്ള പ്രോപ്പർട്ടീസ് നശിപ്പിച്ചുകൊണ്ടൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിനെയാണ് നമുക്ക് അഗ്രസീവ് ഡെലിംക്വൻസി എന്ന് പറയുന്നത്. സോ ആക്രമണത്തിലൂടെ എന്ത് ചെയ്യാൻ നോക്കും, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ അഗ്രസീവ് ഡെലിംക്വൻസി എന്ന് പറയും. ഇനി ടെമ്പറമെൻ്റൽ ഡെലിംക്വൻസി. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡെലിംക്വൻസി ദ ഗേൾസ് മേ സ്റ്റീൽ ദ മെറ്റീരിയൽസ് ഡ്യൂറിങ് ദ മെൻസസ് പീരീഡ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു സം ഫിലോളജിക്കൽ ആക്ടിവിറ്റീസ്. സോ ടെമ്പറമെൻ്റൽ ഡെലിംക്വൻസി, സോ അവരുടെ ബിഹേവിയറിൻ്റെ ഇത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും അവർ ചെയ്യുന്ന ആ ടെമ്പർമെൻ്റ്, ആ ഒരു സമയത്തെ ബിഹേവിയർ ചേഞ്ചസ് കാരണം അവരെന്ത് ചെയ്യാൻ നോക്കും, മോഷ്ടിക്കുക. പീരീഡ്സ് ആവുന്ന സമയത്ത് പാഡ് കിട്ടിയില്ലെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മോഷ്ടിക്കാൻ നോക്കുക. സോ ഇതൊക്കെ എന്താണ് ഒരു നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ ബേസിസിലായിട്ട് ചില സമയങ്ങളിൽ വരുന്ന ഒരു ക്രൈമാണ്. At the simple delinquency, this is one kind of antisocial behavior due to the poverty when the need of the child is not fulfilled at home or in school or in social environment. The child revolts and tends to steal to do so such kind of mischievous activities. So simple delinquency എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ്. സോ ചിലപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന എന്തായിരിക്കും, അവരുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കത് വേണം, വീട്ടിൽ അത് കിട്ടുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നിടത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിക്കും അല്ലേ. സ്കൂളുകളിലും പൊതുവേ മോഷണങ്ങളൊക്കെ സംഭവിക്കാറില്ലേ. സോ അത് സിമ്പിൾ ഡെലിംക്വൻസി കുറ്റത്തിലാണ് വരുന്നത്. അത് ഒരു ക്രൈമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. സോ അവരുടെ നീഡ് അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പോഴത്തേക്ക് അവരത് മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക. അത് മോശമാണ്, തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. സോ അങ്ങനെയുള്ള മിസ്ചീവിയസ് കുരുത്തക്കേട് പോലുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് സിമ്പിൾ ഡെലിംക്വൻസി കുറ്റത്തിൽ പെടുത്താം. Psychoneurotic delinquency. This kind of delinquency occurs when the child feels resentment due to frustration in sex urge or instinct. It may tend to him for truancy, telling a lie, for stealing. This antisocial manner occurs for the child repression tendency. So psychoneurotic delinquency എന്ന് പറയുന്നത് ഇത് കുട്ടിയുടെ സൈക്കോളജിക്കൽ പരമായിട്ട് വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി ചെയ്യുന്ന ക്രൈംസ് ആയിരിക്കും. സോ ഇത് കൂടുതൽ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻസ് കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സെക്സ് അർഗ് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചുള്ള തെറ്റായ അറിവ് കാരണം അവരിൽ വരുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇംബാലൻസ് കാരണം അവർ തെറ്റുകൾ ചെയ്യുന്നു. മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെക്സ് ഇത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാൻ നോക്കും. സോ കുറ്റകൃത്യങ്ങൾ റേപ്പ് ചെയ്യുക, സോ അങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെ വരുന്നതാണ്. അതെന്തുകൊണ്ടാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഡെലിംക്വൻസിയാണ് സോ ഇതിൻ്റെ കീഴിൽ വരുന്നത്. അതുപോലെ കൂടുതൽ എന്താണ് റിപ്രഷൻ കാരണം കുട്ടികളുടെ മനസ്സിൽ റിപ്രഷൻ നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ്. കുട്ടികൾ അവർക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഓർമ്മകൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് അവർ സപ്രസ് ചെയ്ത് വിടും. സോ അതിന് നമ്മൾ റിപ്രഷൻ എന്ന് പറയാം, അടിച്ചമർത്തി വെക്കും. സോ അത് പുറമേ അവരത് മറച്ച് വെക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് അത് അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ആ റിപ്രഷൻ എന്ത് ചെയ്യും, പല സമയങ്ങളിൽ പ്രോബ്ലംസ് ആയിട്ട് ഇറക്റ്റ് ചെയ്യും. So next is benign delinquency. In this kind of delinquency, the child shows the tendency of truancy in a rainy day by running away from the school or to see opera, circus or films, goes away outside without talking others' permissions from home. This delinquency includes a breach of disciplines or law or crime from legal point of view. From the general kind of view, these children may be physically sound, but due to the ill mental health, they do such kind of illegal act. So benign delinquency എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യും, ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം തെറ്റിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. സോ സ്കൂളിൽ ഇപ്പോൾ ഒരു മഴയുള്ള ദിവസമാണെന്ന് വിചാരിച്ചോ, വീട്ടിൽ നിന്ന് പെർമിഷൻ കൊടുത്തിട്ടില്ല, മഴയുള്ള ദിവസം സ്കൂൾ വിട്ടു, വീട്ടിൽ നിന്ന് പെർമിഷൻ കൊടുത്തിട്ടില്ല, അടുത്തുള്ളൊരു സർക്കസ് കാണോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ പെർമിഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യും, അത് തെറ്റിച്ചുകൊണ്ട് അത് കാണാൻ പോകുന്നു. സോ അതെന്താണ് ഒരു ബെനിങ് ഡെലിംക്വൻസി എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ് എന്തെങ്കിലും ഒരു ഡിസിപ്ലിനെ തെറ്റിച്ചുകൊണ്ട് ബ്രീച്ച് ചെയ്തുകൊണ്ട് തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിയമത്തിനെ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തുകൊണ്ട് ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു ക്രൈം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെനിങ്
ഡെലിങ്ക്വൻസി എന്നാണ്. സോ ഇത് ഭയങ്കര തീവ്രമായ കുറ്റകൃത്യമാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര തീവ്രമായ കുറ്റകൃത്യമല്ല. പക്ഷേ എന്നാൽ പോലും അവിടെ എന്തുണ്ട്, ഡിസിപ്ലിൻ ബ്രീച്ച് ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. സോ ആ തരത്തിലുള്ള ഡെലിങ്ക്വൻസിയാണ് നമ്മൾ ബെനിങ് ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത്. Reaction delinquency. This delinquency is found with the child when he shows his reaction against the family or society, when he feels that he is the victim of the society, he breaches the rules and regulation of the society, customs and conventions. സോ ഇതൊരു എന്തിൻ്റെയെങ്കിലും ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫാമിലിയിൽ നിന്നുണ്ടാവന് കിട്ടുന്ന ഒരു സപ്രഷൻ അല്ലെങ്കിൽ ഒരു വേദനയുടെ ഭാഗമായിട്ട് അവൻ തിരിച്ച് കാണിക്കുന്ന ഒരു രീതി, തിരിച്ച് കാണിക്കുന്ന ആൻറ്റി സോഷ്യൽ ബിഹേവിയറിനെ നമുക്ക് റിയാക്ഷൻ ഡെലിങ്ക്വൻസി എന്ന് പറയാം. അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും, ഞാൻ സൊസൈറ്റി എന്നെ നശിപ്പിച്ചു. സോ നമ്മൾ ബൃന്ദ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട് ഇപ്പോൾ ഇറങ്ങിയത്. സോ അതിൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലേ, കുറേ സോഷ്യൽ അല്ലെങ്കിൽ ജാതിപരമായിട്ട് അവർ അമ്മയും പെങ്ങളെയും നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാൾ വലുതാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ, ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ എല്ലാം കൂട്ടത്തോടെ കൊല്ലാൻ നോക്കുന്നുണ്ട്. സോ അപ്പോൾ അതെന്താണ്, അത് അയാൾക്ക് കിട്ടിയ ഒരു ആക്ഷൻ്റെ റിയാക്ഷനായിട്ടാണ് അയാൾ ആ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതെന്ത് ചെയ്യും, സൊസൈറ്റിയിലുള്ള കസ്റ്റംസിനെയും അല്ലെങ്കിൽ കൺവെൻഷണൽ രീതിയിലുള്ള റൂൾസുകളെ റെഗുലേഷൻസിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് റിയാക്ഷൻ ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും, ഇത്രയേ ഉള്ളൂ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ കോസസ്, ഡെലിങ്ക്വൻസിയുടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം. ഇത് ഹീലി ആൻഡ് ബ്രണ്ണറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സോ ബാഡ് കമ്പനി, കൂട്ടുകെട്ട് തെറ്റാവുമ്പോഴത്തേക്ക്, സോ ഒരു കൂട്ടത്തിൽ മോശമായിട്ടുള്ള ഒരാൾ മതി അത്രയും പേരെ എന്ത് ചെയ്യാം, നശിപ്പിക്കാൻ. ഒരു ബാഡ് കമ്പനി ഉണ്ടെങ്കിൽ അയാളുടെ ഇൻഫ്ലുവൻസ് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും, ഈ തെറ്റിലോട്ട് നയിക്കും. ഇനി അഡോളസൻസ് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇമ്പൾസസ്. സോ ഈ ജുവനൈൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെ അല്ലെങ്കിൽ താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡോളസൻ്റ് ഏജിലാവുമ്പോഴായിരിക്കും കൂടുതൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. സോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ഇമ്പൾസീവ് ആവുന്നൊരു കാലഘട്ടമാണിത്. അത് ഹോർമോണൽ ഇംബാലൻസ് കാരണവും സോ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ കൂടി വരിക. പിന്നെ ഏർലി സെക്സ് എക്സ്പീരിയൻസ്, നേരത്തെ അവരുടെ ഏജിന് എത്തുന്നതിന് മുമ്പ് സെക്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർ ഡെലിങ്ക്വൻ്റ് ആകാം. അതുപോലെ മെൻ്റൽ കോൺഫ്ലിക്റ്റുകൾ, മാനസികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ, എക്സ്ട്രീം സോഷ്യൽ സജസ്റ്റിബിലിറ്റി, അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് സജഷൻസ് ഒരുപാട് കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുതെന്നുള്ള ഒരുപാട് ഇത് കിട്ടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവരെന്താവാം, അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാൻ വേണ്ടി ഡെലിങ്ക്വൻ്റ് ആകാം. ലവ് ഓഫ് അഡ്വെഞ്ചർ. സോ സാഹസികം ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യും, കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഇനി മോഷൻ പിക്ചേഴ്സ്, സോ സിനിമ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോസ്, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ അക്രമങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളും അതുപോലെ ഒരു നല്ലൊരു ഹീറോ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരാണ് ഹീറോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഡെവലപ്പ് ചെയ്യും. സ്കൂൾ ഡിസാറ്റിസ്ഫാക്ഷൻ, സ്കൂളിൽ നിന്ന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ സ്കൂൾ ഇഷ്ടമല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ വരാം. പുവർ റിക്രിയേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വരിക. സോ അതിന് അവർ ഡെലിങ്ക്വൻസിയിലോട്ട് നയിക്കാം. അതുപോലെ സ്ട്രീറ്റ് ലൈഫ്, തെരുവിലുള്ള ജീവിതം. വൊക്കേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ, സോ അവർ തിരഞ്ഞെടുത്ത വൊക്കേഷൻ അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേക്ക് ചെയ്യാം. സഡൻ ഇമ്പൾസ്, സോ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കൊണ്ട് പെട്ടെന്ന് അവർ എന്ത് ചെയ്യാം, ഇമ്പൾസീവായിട്ട് അതിനെതിരെ ചെയ്യുന്നത് കാരണം ഡെലിങ്ക്വൻ്റ് ആകാം. ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ഓൾ സോർട്സ്, സോ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അവർ എന്ത് ചെയ്യും, ഡെലിങ്ക്വൻസി ചെയ്യാം. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഈ ബ്രോക്കൺ ഹോംസ്, ദ ഹോം മേ ബി ബ്രോക്കൺ ബൈ ഡെത്ത് ഓഫ് വൺ ഓർ ബോത്ത് ഓഫ് ദ പാരൻസ് ഓർ ബൈ പ്രൊലോങ്ഡ് ഇൽനെസ് ഓർ ഇൻസാനിറ്റി, ഡിസേർഷൻ ഓർ ഡിവോഴ്സ്. സോ ബ്രോക്കൺ ഹൗസ്, വീട്ടിൽ അമ്മ അച്ഛനും ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു പാരൻറ്റും അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കോ അല്ലെങ്കിൽ രണ്ട് പാരൻസിൽ ഒരാൾ മരിച്ചുപോയി, ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ഒരു അച്ഛനാണെങ്കിൽ അച്ഛൻ ആൽക്കഹോളിക്കാണ്. സോ അങ്ങനെയുള്ള രീതിയിൽ വീടിൻ്റെ സാഹചര്യം ഒരു നോർമൽ ഒരു നല്ല ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഫാമിലിയുടെ ഓപ്പോസിറ്റ് ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഹോംസിൽ വളരുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യാൻ പോയി ഇങ്ങനെയുള്ള ഡെലിങ്ക്വൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെടാം. സോ അതൊരു സോഷ്യൽ ഫാക്ടറാണ്. ഇനി പോവേർട്ടി കാരണം എന്ത് ചെയ്യാം, അവർ ഇങ്ങനെയുള്ള പോവേർട്ടി ദാരിദ്ര്യം കാരണം അവർ മോഷ്ടിക്കാം. സോ അങ്ങനെ അതും ഒരു സോഷ്യൽ ഫാക്ടറാണ്. പോവേർട്ടി കമ്പൽസ് സംടൈം ബോത്ത് ഓഫ് ദ പാരൻറ്റ്സ് ടു ബി ഔട്ട്സൈഡ് ദ ഹോം for a very long period to earn their daily bread. The children will be uncared for. Such children may consciously or unconsciously join hand with the gangsters and become delinquent.
സോ പോവർട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യം കാരണം അച്ഛനും അമ്മയും എന്ത് ചെയ്യും, പൈസയ്ക്ക് വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെയും എന്ത് ചെയ്യും, ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളെ നോക്കാനോ അല്ല അവരെ കെയർ ചെയ്യാനോ ആളില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യാം, ഒരു ഗാങ്സ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു കൂട്ടുകെട്ട് ചെന്ന് ഏർപ്പെട്ട് അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഡെലിങ്ക്വൻസി ആക്റ്റിലോട്ട് പോവാം. ഡെലിങ്ക്വൻസി ഏരിയാസ്. ഡെലിങ്ക്വൻറ്റ് മോസ്റ്റ്ലി കം ഫ്രം ദ ഏരിയാസ് ഓഫ് പുവർ ഹൗസിംഗ്, ഓവർ ക്രൗഡിംഗ് ആൻഡ് ദ ഏരിയാസ് ഇൻ വിച്ച് സിനിമ ഹൗസസ്, hotels, nightclubs, liquor shops are found in a large number. Cyril Bird in his study showed that there are certain areas in London from which the majority of delinquent children come. So നമ്മൾ വളരുന്ന ഏരിയാസ് കുറേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ചേരിയിലുള്ള കുട്ടികൾ. സോ അവർ കണ്ട് വളരുന്നത് അതാണ്. ചേരിയിൽ അങ്ങനത്തെ ഇതാണ് കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവരും നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിൽ കാണിക്കും. സോ RDX ഫിലിമിൽ കാണിക്കല്ലേ, അവരുടെ ഒരു കോളനിയുടെ അകത്ത് അവിടെയുള്ള എല്ലാവരും എന്താണ് ഏകദേശം ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പം അടിക്കാനാണെങ്കിലും ഇടിക്കാനാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ വരുന്നുണ്ട്. സോ അപ്പം ഏരിയാസ് ഈ ക്രൈം ചെയ്യാൻ അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഓവർ ക്രൗഡിങ് ആയിട്ടുള്ള ഏരിയാസ് താമസിച്ച് അല്ലെങ്കിൽ പുവർ ഹൗസിംഗ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിനിമ ഹൗസസിൽ, ഹോസ്റ്റൽസിൽ, നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യാം, ഡെലിങ്ക്വൻസിയിലോട്ട് വരാം. ഇനി കമ്പാനിയൻസ് ആൻഡ് ഗ്യാങ്സ്. ചൈൽഡ് ഇൻറ്ററാക്ട് വിത്ത് ദ നൈബർഹുഡ് ആൻഡ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ പ്ലേ ഗ്രൂപ്പ് വിച്ച് ക്യാൻ ബി ഡീവിയൻ്റ് ഓഫ് നേച്ചർ. സോ ഇവർ ചെന്നപ്പെടുന്ന കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ഗ്യാങ്ങിൽ മെമ്പർ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഡെലിങ്ക്വൻസി ടെൻഡൻസി ഉണ്ടാവാം. So beggary is often the cause of juvenile delinquency. Child beggars mostly come from either very poor families or broken homes. So beggary, so ഭിക്ഷ എടുക്കുക. സോ ഭിക്ഷ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ജുവനൈൽ ഡെലിക്വൻസിയിൽ വരുന്ന കാര്യമാണ്. കുട്ടികളെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കരുത്. സോ അങ്ങനെ അവരെങ്ങനെ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ഒരു പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ബ്രോക്കൺ ഹോംസിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ബെഗറി ചെയ്യുന്നത്. ഇനി അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ സ്കൂൾ ഡിസാറ്റിസ്ഫാക്ഷൻ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ. സം സ്റ്റുഡൻസ് ഗെറ്റ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് സ്കൂൾ ലൈഫ്. Films and pornographic literature have also added to the magnitude of delinquency. സോ അതുപോലെ സിനിമയിലൂടെ അല്ലെങ്കിൽ പോണോഗ്രഫീസിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള ക്രൈം ഡെലിങ്ക്വൻസിയുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടും. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. ഒരു വ്യക്തിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെൻ്റൽ ഡെഫിഷ്യൻസി, മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ഡെലിങ്ക്വൻ്റ് ആകാം. ഇമോഷണൽ പ്രോബ്ലംസ്, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യാം, ഡെലിങ്ക്വൻസി ആക്റ്റിലോട്ട് ഏർപ്പെടാം. സോ ഇത്രയുമാണ് കോസസ് ഓഫ് ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ്സ്, ഈ ജുവനൈൽ ഡെലിങ്ക്വൻസി എങ്ങനെ ഡീൽ ചെയ്യാം. സോ അതിന് നമുക്ക് 2 മെത്തേഡാണ് പറയുന്നത്. വൺ ഇസ് പ്രിവെൻറ്റീവും, അടുത്തത് റിഹാബിലിറ്റേറ്റീവ് ഓർ ക്യൂറേറ്റീവ് മെത്തേഡ്. സോ പ്രിവെൻറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് അതിന് ഈ ഡെലിങ്ക്വൻസിയിലോട്ട് അവരെത്തുന്നതിന് മുമ്പേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് അവരിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാം. സോ അടുത്ത മെത്തേഡ് റിഹാബിലിറ്റേറ്റീവ് ഓർ ക്യൂറേറ്റീവ്. സോ ഇനി ചെയ്ത് കഴിഞ്ഞ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കെയറും ഇതുമൊക്കെ കൊടുക്കുന്നതാണ് റിഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്യൂറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. Creating and inspiring a team of work of private and public agencies devoted to preventive work. സോ പ്രിവെൻറ്റീവ് വർക്കിന് നമുക്ക് ഈ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ടീംസിനെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് തന്നെ ആൾക്കാരെ ഇതിൽ ഡിവോട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഒരു ടീമായിട്ട് നമുക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. Giving proper training to the members and staff of all the organization concerned with delinquency control. സോ ഈ കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ നിലനിർത്തുക, അതായത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതിലുള്ള മെമ്പേഴ്സിനാണെങ്കിലും സ്റ്റാഫ്സിനാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യാം, പല കൗൺസിലിംഗ് സെഷൻസിലൂടെ അവരെ ഇതിൽ നിന്ന് അതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. Establishing child guidance clinics to give appropriate treatment to the disturbed and maladjusted children. സോ അതുപോലെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്, അതുപോലുള്ള കൗൺസിലിംഗ് സെക്ഷൻസ്, ഗൈഡൻസ്
ക്ലിനിക്കുകൾ ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഈ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മാൽ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാം. സോ ഇപ്പോൾ അത് ഓരോ സ്കൂളുകളിൽ എന്താണ് നിർബന്ധിതമാണല്ലേ, ഒരു സ്കൂൾ കൗൺസിലറാണെങ്കിൽ ഏതൊരു ഏരിയ എടുത്താലും എന്ത് ചെയ്യാം, അവിടെ ഒരു കൗൺസിലിംഗ് സെഷൻ കാണും. സോ അതേപോലെ എന്ത് ചെയ്യണം, കുട്ടികളിൽ സ്കൂളിലും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് കുട്ടിക്ക് ഈ ഒരു 12-18 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അവർ മെജോറിറ്റി ടൈമും സ്കൂളിലാണ്. സോ അപ്പോൾ ഇവിടെ മാൽ ഒക്കെ കണ്ടുപിടിക്കാൻ ഏറ്റവും ഇതാർക്കാണ്, ടീച്ചേഴ്സിനാണ്. സോ അപ്പോൾ അവിടെ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ആ കുട്ടിയെ കണ്ടെത്തി ഗൈഡൻസ് അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. Educating of the family so as to help the parents to realize the importance of giving proper attention to the need of their young children. So ടീച്ചേഴ്സ് മാത്രം പോരല്ലേ, വീട്ടിലുള്ള ആൾക്കാരും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അറ്റൻഷനും എല്ലാം ആ യങ് ചിൽഡ്രൻസിന് കൊടുക്കണം. സോ അതുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് wholesome recreational agencies to prevent young children from becoming the victims of illicit or unwholesome recreation. സോ അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള റിക്രിയേഷണൽ ഏജൻസീസ് എന്ത് ചെയ്ത് കൊടുക്കുക, സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതല്ലെങ്കിൽ അവർ പ്രോപ്പർ റിക്രിയേഷൻ അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ അവർ വേറെ ഇതിലോട്ട് മോശമായ രീതിയിലോട്ട് റിക്രിയേഷണൽ രീതിയിലോട്ട് അവർ പോകും. സോ പ്രോപ്പർ അവർക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള എൻജോയ്മെൻറ്റ്, ഒരു റിക്രിയേഷൻ ഫെസിലിറ്റീസ് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു പ്രോപ്പർ പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഗിവിങ് പ്രോപ്പർ അസിസ്റ്റൻസ് ടു അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ ടു ബിൽഡ് ഇൻ ദം ഗുഡ് ക്യാരക്ടർ. സോ അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കണം, നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വെക്കാൻ. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ മോറൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. സോ അതെല്ലാം എന്തിനാണ്, കുട്ടികളിലുള്ള അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അഡോപ്റ്റിംഗ് വേരിയസ് മീൻസ് ഓഫ് പ്രൊപ്പഗാൻഡ സച്ചസ് റേഡിയോ, മൂവീസ്, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, മാഗസീൻസ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ലോ അബിഡിക്നെസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഓൾവേസ് അപ്രീഷിയേറ്റഡ് ആൻഡ് റിവാർഡഡ്. സോ പല രീതിയിലൂടെ റേഡിയോസിലും മൂവീസ്, ടെലിവിഷൻസിലൂടെയൊക്കെ ഈ ക്രൈംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മോശം എന്നുള്ള രീതിയിൽ കുട്ടികളിൽ എത്തുക, പോസിറ്റീവ് രീതിയിൽ അതിനെ എത്തിക്കാതെ ഇത് തെറ്റാണ്, ഇത് നമ്മുടെ സൊസൈറ്റിക്ക് മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പണിഷ്മെൻറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ കുട്ടികളെ കുറച്ചുകൂടെ ബോധവാന്മാരാക്കി എടുക്കുക. ഇനി അടുത്തത് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് റിഹാബിലിറ്റേഷൻ. സോ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റുമോ? ഇല്ല, അവരെന്ത് ചെയ്യണം, വീണ്ടും ചെയ്ത തെറ്റ് തിരുത്തി അത് തെറ്റാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇനി ഭാവിയിൽ അവരത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം. സോ അതാണ് മെത്തേഡ്സ് ഓഫ് റിഹാബിലിറ്റേഷനിൽ വരുന്ന മെയിൻ പർപ്പസ് ഓഫ് ദ മെത്തേഡ് ഓഫ് റിഹാബിലിറ്റേഷൻ ഇസ് നോട്ട് ടു പണിഷ്, നോട്ട് ടു ടേക്ക് റിവെഞ്ച് അപ്പോൺ ദ ഡെലിംഗൻസ്. സോ അവർ ചെയ്തു പോയെന്ന് പറഞ്ഞ് അവരെ നമുക്ക് പണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് റിവെഞ്ച് ചെയ്യാനോ പറ്റില്ല, അത് കുട്ടികളാണല്ലേ. The intention behind this method is to help the delinquent children to get proper guidance and training so that they become normal children and never repeat delinquent acts. So ഈ മെത്തേഡിൽ ഈ റിഹാബിലിറ്റേഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ടുള്ള അവർക്ക് ഗൈഡൻസ് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ഒരു നോർമൽ കുട്ടിയെ പോലെ പിന്നീട് ഇങ്ങനത്തെ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സാണ് ഈ ഒരു ഇതിൽ എടുക്കുന്നത്. The measures taken for the prevention and treatment of juvenile delinquency in India after 1815. സോ 1815 ശേഷമാണ് ഇങ്ങനെയുള്ള മെഷേഴ്സ്, ജുവനൈൽ ഡെലിംഗ്വൻസി പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് വന്നത്. സോ അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. സോ അതിൽ ലെജിസ്ലേറ്റീവ് മെഷേഴ്സാണ്. വേരിയസ് ലെജിസ്ലേഷൻ ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ടൈം ടു ടൈം ഡീൽ വിത്ത് ജുവനൈൽ ഡെലിംഗ്വൻസി. സം ഓഫ് ദം സോ നിയമപരമായിട്ടുള്ള മെഷേഴ്സാണ് നമ്മൾ പറയുന്നത്. 1850 തൊട്ടുള്ള കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്രൻറ്റീസസ് ആക്ട് ഓഫ് 1850. ദിസ് ആക്ട് ഹാസ് ബീൻ ദ ഏർലിയസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിവെൻറ്റിംഗ് ഡെലിംക്വൻസി. അപ്രൻറ്റീസസ് ആക്ട് എന്ന് പറയുന്നത് 1850 വന്നതാണ്. സോ ഇത് എന്തിനു വേണ്ടിയാണ്, ഡെലിംക്വൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഏർലിയർ സ്റ്റെപ്പാണ് അപ്രൻറ്റീസ് ആക്ട് ഓഫ് 1850 എന്ന് പറയുന്നത്. The Act provides for the binding of children, both boys and girls, between the age of 10 to 18 as apprentices. So ഈ ആക്ടിലൂടെ ബോത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 10 to 18 വയസ്സിനകത്തുള്ള കുട്ടികളെ എന്താണ് അപ്രൻറ്റീസസ് ആയിട്ട് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർഫൻസ്, പുവർ ചിൽഡ്രൻ കുഡ് ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ആക്ട്. സോ ഇതിൽ കൂടുതലും അനാഥരായിട്ടുള്ളവർക്കും അതുപോലെ ഒരുപാട്
നിന്ന് വരുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. എംപ്ലോയേഴ്സ് കുഡ് ടേക്ക് സച്ച് ചിൽഡ്രൻ ആസ് അപ്രൻറ്റീസസ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ട്രെയിനിങ് ദം ഇൻ സം ട്രേഡ്, ക്രാഫ്റ്റ് ഓർ എംപ്ലോയ്മെൻറ്റ് ബൈ വിച്ച് ദേ ഗെയിൻ എ ലൈവ്ലിഹുഡ് ലേറ്റർ. സോ അപ്രൻറ്റീസായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് ചെറിയ ഏതെങ്കിലും അവർക്ക് മാരകമായിട്ടുള്ള അല്ല, എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഒരു ക്രാഫ്റ്റ് പഠിപ്പിക്കുക. സോ അങ്ങനെയുള്ള പല രീതിയിലുള്ള അതിന് അവർക്ക് ചെറിയൊരു ലൈവ്ലിഹുഡ്, ഒരു ചെറിയൊരു പാരിതോഷികം, അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറയും, പാരിതോഷികം കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുക. അതാണ് അപ്രൻറ്റീസ് ആക്ട് ഓഫ് 1815 എന്ന് പറയുന്നത്. ഇനി അടുത്ത റിഫോർമേറ്ററി സ്കൂൾ ആക്ട്, അത് 1897 വരുന്നത്. റിഫോർമേറ്ററി സ്കൂൾസ് ആക്ട് 1897. ദിസ് ആക്ട് ക്യാൻ ബി കൺസിഡേർഡ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെലിൻക്വൻസി. This act in force in almost all states of India. Reformatory School Act 1897 വന്നു. സോ ഇത് ഡെലിൻക്വൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, ലാൻഡ്മാർക്കാണ് ഈ റിഫോർമറ്ററി സ്കൂൾസ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ആക്ട് കോർട്ട് വെർ എംപവേർഡ് ടു സെൻഡ് ഫോർ ഡീറ്റൻഷൻ യൂത്ത്ഫുൾ മെയിൽ ഒഫൻഡർ ടു റിഫോർമറ്ററി സ്കൂൾ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് മോർ ദാൻ 3 years. സോ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു സ്കൂളിലോട്ട് റിഫോർമേറ്ററി ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ നമ്മൾ പറയല്ലേ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു 3 വർഷത്തെ മാക്സിമം ഒരു 3 വർഷത്തേക്ക് ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ മറ്റേ പണ്ടത്തെ ഒരു മൂവി ഉണ്ട് എൻ്റെ വീട് അപ്പുവിൻ്റെ. സോ അതിൽ ആ കുട്ടി കുഞ്ഞിന് അനിയനെ കൊല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരു സ്കൂളിലോട്ട് വിടത്തില്ലേ. സോ അതാണ് റിഫോർമേറ്ററി സ്കൂൾസ് എന്ന് പറയുന്നത്. സോ അവർ 3 വർഷം അവിടെ മാക്സിമം ഒരു കുട്ടിയെ അവിടെ 3 വർഷമാണ്. സോ അവിടെ വെച്ച് അവർ എന്ത് ചെയ്യും, ഈ ഒരു ഒഫൻഡേഴ്സ് അവൻ്റെ തെറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇറ്റ് കുഡ് ബി എക്സ്റ്റെൻഡഡ് ടു 7 ഓൾസോ. സോ ചെയ്യുന്ന കുറ്റത്തിൻ്റെ തീവ്രത അനുസരിച്ച് അവൻ ശരിയായില്ലെങ്കിൽ അതിനെ 7 വർഷം വരെ അവിടെ നിർത്താം. നോ പേഴ്സൺ മേ ബി ഡീറ്റെയിൻ ഇൻ ഇറ്റ് ആഫ്റ്റർ ഹി അറ്റൈൻ ദ 18th year. പക്ഷെ 18 വയസ്സ് ആകുന്നത് വരെ അവിടെ എന്ത് ഉള്ളൂ. അതിനുശേഷമുള്ള വയസ്സിലുള്ള കുട്ടികളെ നമ്മുടെ ജുവനൈൽ അല്ലെങ്കിൽ റിഫോർമേറ്ററി സ്കൂൾസിൽ പെർമിറ്റ് ചെയ്യത്തില്ല. പിന്നെ നോർമൽ ക്രിമിനൽ കോർട്ടുകൾ അല്ലെങ്കിൽ ജയിലുകളിലാണ് അവരയക്കുന്നത്. ഇനി അടുത്ത പ്രൊവിഷൻ ഇൻ ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അണ്ടർ സെക്ഷൻ 399 ഓഫ് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. സോ IPC സെക്ഷൻ പ്രകാരം 399 പ്രകാരം convicted young offenders below the age of 15 could be sent to reformatory schools established by the state government. 399 പ്രകാരം അതിൽ ചെയ്യുന്ന 15 വയസ്സിൽ താഴെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ എങ്ങോട്ടാണ് വിടേണ്ടത്, റിഫോർമറ്ററി സ്കൂൾസുകളിലാണ്, ദുർഗുണ പരിഹാര പാഠശാലകളിലാണ് എന്ത് ചെയ്യേണ്ടത്, വിടേണ്ടത്. Next, the Juvenile Smoking Act. Some act to deal with the specific pattern of anti-social behavior among children have also been passed. Of this, the Juvenile Smoking Acts are in force in most of the state. This act prohibits the sale of tobacco by children below 16. Children below 16 are not supposed to smoke in public places according to this act. So, Juvenile Smoking Act എന്ന് പറയും. ഇതെന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്തു, ടൊബാക്കോ പോലുള്ള സ്മോക്കിംഗ് കാര്യങ്ങൾ, കഞ്ചാവൊക്കെ പോലെയുള്ള കാര്യങ്ങളൊന്നും അവർ വിറ്റും കൂടെ അത് ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്ന കണ്ടാൽ അത് പണിഷബിളാണ്. ചിൽഡ്രൻ ബിലോ 16 ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്. സോ ഈ ആക്ട് പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുത്തും കൂടാ, ഇതവർ വിറ്റും കൂടാ, ഇതവർ പൊതുസ്ഥലത്ത് നിന്ന് ഉപയോഗിക്കുന്നതായിട്ടും കണ്ടുകൂടാ. സോ അതും ഒരു ജുവനൈൽ ഡെലിൻക്വൻ്റ് ആണ്. Suppression of Immoral Traffic Act. This act are passed in order to protect young girls and to suppress prostitution. So Immoral Traffic Act. So 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് പ്രോസ്റ്റിറ്റ്യൂഷൻ സപ്രസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഇമ്മോറൽ ട്രാഫിക് ആക്ട്. ഇനി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. അണ്ടർ ദിസ് ആക്ട് ജുവനൈൽ കോർട്ട് ക്യാൻ പ്ലേസ് ദ യൂത്ത്ഫുൾ ഒഫൻഡേഴ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് പ്രൊബേഷൻ ഓഫീസേഴ്സ്. സോ ഈ ഒരു ആക്റ്റിൽ പറയുന്നതെന്ന് പറയുന്നത് ജുവനൈൽ കോർട്ടിൽ വരുന്ന യൂത്ത്ഫുൾ ഒഫൻഡേഴ്സിന് ആരുടെ സൂപ്പർവിഷനാണ്, പ്രൊബേഷൻ ഓഫീസറിൻ്റെ സൂപ്പർവിഷനിൽ വിടാമെന്നാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. ഇനി ബോസ്റ്റൽ സ്കൂൾസ് ആക്ട് ഫോർ അഡോളസെൻറ്റ്. ദിസ് ആക്ട് വേ പാസ് ടു ഗിവ് എ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ അഡോളസെൻറ്റ് ഒഫൻഡേഴ്സ്, ദാറ്റ് ഈസ് ഒഫൻഡേഴ്സ് ബിറ്റ്വീൻ 15 and 21 years ഓഫ് ഏജ്. സോ ബോസ്റ്റൽ സ്കൂൾ ആക്ട് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ, നമ്മൾ റിഫോർമേറ്ററി സ്കൂളിൽ 15 വയസ്സ് വരെ ആണെങ്കിൽ ഇത്
15 തൊട്ട് 21 വയസ്സ് വരെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒഫൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്കൂളാണ് ബോസ്റ്റൽ സ്കൂൾ ആക്ട് ഫോർ അഡോളസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റീഹാബിലിറ്റേറ്റ് ജുവനൈൽ ഡെലിക്വൻസ് ആണ്. ജുവനൈൽ കോർട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓർഡർ ടു ട്രീറ്റ് സെപ്പറേറ്റ്ലി ജുവനൈൽ ഡെലിക്വൻസ് ഫ്രം അതർ അഡൾട്ട് ക്രിമിനൽസ്. സോ അഡൾട്ട് ക്രിമിനൽസിൽ നിന്ന് അവരെ സെപ്പറേറ്റ് രണ്ട് കൂട്ടരെ എന്ത് ചെയ്യണം, അവരത്രയും രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവരുടെ ഏജിൻ്റെ കാര്യത്തിലായിരിക്കും അവരത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെ ഒരു അഡൾട്ട് ക്രിമിനൽ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജുവനൈൽ കോർട്സുകൾ വന്നത്. സോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കേസുകൾ വരുന്നതെല്ലാം ഏത് കോർട്ടിലാണ് നടക്കുന്നത്? ജുവനൈൽ കോർട്ടിലേ എടുക്കത്തുള്ളൂ. അഡൾട്ട് ക്രിമിനൽ കോർട്സിൽ കൊണ്ടുപോകാറില്ല. ജുവനൈൽ കോർട്ട് ഹാവ് ദെയർ ഓൺ ബിൽഡിംഗ്, ജുഡീഷ്യൽ ബെഞ്ച് ആൻഡ് അതർ അറേഞ്ച്മെൻറ്റ്. സോ ജുവനൈൽ കോർട്ടിന് അവരുടേതായിട്ടുള്ള സ്വന്തം സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ട്, ജുവനൈൽ ബെഞ്ച് ഉണ്ട്, അത് മറ്റ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ഇനി ജുവനൈൽ ഡെലിക്വൻസ് കനോട്ട് ബി ട്രൈഡ് ഇൻ ഓർഡിനറി കോർട്ട്സ്. നോർമൽ കോർട്ട്സ് അല്ലെങ്കിൽ ക്രിമിനൽ കോർട്ടുകളിൽ ഇവരെന്ത് ചെയ്യത്തില്ല, പ്രൊഡ്യൂസ് ചെയ്യാറില്ല. The main intention behind this special treatment is to create a positive feeling in the mind of juveniles. So ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഇത് കൊടുക്കുന്നത് തന്നെ അവരുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, in 1950 there were only 39 juvenile courts in India. So 1950 ശേഷം 39 ജുവനൈൽ കോർട്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത റിമാൻഡ് ഹോംസ് ആണ് പറയുന്നത്. വെൻ എ ചൈൽഡ് ഇസ് അറസ്റ്റഡ് അണ്ടർ ദ ആക്ട്, ഹി ഈസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours ആൻഡ് കെപ്റ്റ് ഇൻ റിമാൻഡ് ഹോം ടിൽ ദ കേസ് ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ്. സോ ഒരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ മജിസ്ട്രേറ്റിന് മുമ്പ് 24 മണിക്കൂറിന് മുമ്പ് എന്ത് ചെയ്യണം, 24 മണിക്കൂറിന് അകത്ത് അവനെ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ആ സമയം വരെ അവനെ എവിടെ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവനെ കെപ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ് റിമാൻഡ് ഹോംസ് എന്ന് പറയുന്നത്. അതുമല്ല, കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാലം വരെ അവനെ റിമാൻഡ് ഹോമിലാണ് താമസിപ്പിക്കുന്നത്. ദ ചൈൽഡ് ഈസ് കെപ്റ്റ് ഇൻ റിമാൻഡ് ഹോം അൺടിൽ ദ ഫൈനൽ ഡിസ്പോസൽ ഓഫ് ദ കേസ്. സോ ഈ റിമാൻഡ് ഹോംസിലാണ് അവൻ ചെയ്ത കുറ്റങ്ങൾ തെളിയിക്കുന്നത് വരെ അവൻ ജീവിക്കേണ്ടത് റിമാൻഡ് ഹോമുകളിലാണ്. ഇനി സർട്ടിഫൈഡ് സ്കൂൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് മെയിൻലി ടു ഗിവ് സം ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ടു ദ ചിൽഡ്രൻ. ഹിയർ ദ ചിൽഡ്രൻ ആർ സെൻറ്റ് ഫോർ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്. സോ സർട്ടിഫൈഡ് സ്കൂൾസ് എന്ന് പറയും ഇവിടെയുള്ള കുട്ടികൾ, ഈ വന്ന കുട്ടികൾക്ക് അവർക്ക് ഉള്ള ജനറൽ എഡ്യൂക്കേഷൻ, നോർമൽ സ്കൂളുകളിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷനും കൊടുക്കും, അതുപോലെ ടെക്നിക്കൽ ട്രെയിനിങ്സും കൊടുക്കും. ഇത് 2 രീതിയിലുള്ള സ്കൂൾസ് ഉണ്ട്. ജൂനിയർ സ്കൂൾസ് ഫോർ ബോയ്സ് അണ്ടർ 6-12. സോ 12 വയസ്സിൽ താഴെയുള്ള ഇത് കുട്ടികളുടെ ഇതിന് നമ്മൾ ജൂനിയർ സ്കൂൾസ് ഒന്നും, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ നമ്മൾ സീനിയർ സ്കൂൾസ് എന്ന് പറയും. ദ ചിൽഡ്രൻസ് ആർ കൺഫൈൻഡ് ഹിയർ ഫോർ അബൌട്ട് 2 to 3 years. 2-3 വർഷം വരെയാണ് ഇവിടെ കുട്ടികളെ നിർത്തുന്നത്. ഇനി അടുത്ത ഓക്സിലറി ഹോംസ് എന്ന് പറയും. ദിസ് ഓക്സിലറി ഹോംസ് ആർ അറ്റാച്ച്ഡ് ടു സർട്ടിഫൈഡ് സ്കൂൾസ് ജസ്റ്റ് ലൈക്ക് റിമാൻഡ് ഹോംസ്. സോ ഓക്സിലറി സ്കൂൾസ് എന്ന് പറയുന്നത് സർട്ടിഫൈഡ് സ്കൂൾസ് പോലെ അല്ലെങ്കിൽ റിമാൻഡ് ഹോംസ് പോലെ സർട്ടിഫൈഡ് സ്കൂൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഹോമാണ് ഓക്സിലറി ഹോം. ഹിയർ ദ കൺവിക്റ്റഡ് ഡെലിക്വൻസ് ആർ കെപ്റ്റ് ഫോർ സം ടൈം ആൻഡ് സ്റ്റഡീഡ് ബൈ എ സോഷ്യൽ വർക്കർ. സോ ഇവിടെ വെച്ചായിരിക്കും ആ കുറ്റം ചെയ്ത കുട്ടിയെ പഠിക്കുകയും ആ സോഷ്യൽ വർക്കർ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെ വെച്ച് ഓക്സിലറി ഹോംസിൽ വെച്ചായിരിക്കും. ഇനി അടുത്ത ഫോസ്റ്റർ ഹോംസ് ഉണ്ട്. ഫോസ്റ്റർ ഹോംസ് ആർ മോസ്റ്റ്ലി റൺ ബൈ ദ വോളണ്ടറി ഏജൻസീസ് ആൻഡ് ദ ഗവൺമെൻറ്റ്സ് ഗീവ് ഗ്രാൻഡ് ടു ദം. സോ ഫോസ്റ്റർ ഹോംസ് കൂടുതലും വോളണ്ടറി ഏജൻസീസ് ആണ് ഇത് നടത്തുന്നത്, പക്ഷേ ഫണ്ട് കൊടുക്കുന്നത്, ഗ്രാൻഡ്സ് കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ദേ ആർ സ്പെഷ്യലി ക്രിയേറ്റഡ് ഫോർ ഡെലിക്വൻറ്റ് ചിൽഡ്രൻ അണ്ടർ 19 ഹൂ കനോട്ട് ബി സെൻറ്റ് ടു അപ്രൂവ്ഡ് ഓർ സർട്ടിഫൈഡ് സ്കൂൾ. സോ ഇത് ഡെലിക്വൻറ്റ് ചിൽഡ്രൻ 19 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവരെ സർട്ടിഫൈഡ് സ്കൂൾസിൽ വിടാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, 16 വയസ്സ് വരെയുള്ള 16-ൽ താഴെയുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, സർട്ടിഫൈഡ് സ്കൂൾസിൽ വിടുന്നത്. അപ്പോൾ 16 അല്ലെങ്കിൽ 19 വയസ്സൊക്കെ 17, 17, 18, 19 വയസ്സുള്ള കുട്ടികളെയാണ് ഈ ഫോസ്റ്റർ ഹോംസിൽ വിടുന്നത്. ഇനി റിഫോർമറ്ററി സ്കൂൾസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. ഇൻ സ്റ്റേറ്റ് വേർ ദർ ആർ നോ ചിൽഡ്രൻ ആക്ട്സ്, റിഫോർമറ്ററി സ്കൂൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ദേ ആർ മെന്റ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഓഫ് ഡെലിക്വന്റ് ചിൽഡ്രൻ. ദ യങ് കൺവിക്റ്റഡ് ഒഫൻഡേഴ്സ് ബിലോ 15 years ആർ
ഡീറ്റെയിൻ ഹിയർ ഫോർ 3 to 7 years. സോ റിഫോർമറ്ററി സ്കൂൾസിൽ അവർക്ക് എന്ത് ചെയ്യും, എഡ്യൂക്കേഷനും അതുപോലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കും ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടികൾക്ക്. സോ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ റിഫോർമറ്ററി സ്കൂൾസിൽ വിടുന്നത്. സോ ഇവർക്ക് മാക്സിമം എത്രയാണ്, 3 വർഷം, മിനിമം 3 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെയാണ് ഇവിടെ താമസിപ്പിക്കുന്നത്. ഇനി ബോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴത്തേക്ക് അത് 15-ഉം 21 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അണ്ടർ ബോസ്റ്റൽ സിസ്റ്റം സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇസ് പ്രൊവൈഡഡ് ഫോർ അഡോളസെൻറ്റ് ഒഫൻഡേഴ്സ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 15 to 21 years. സോ ഇത് തന്നെ ഓപ്പൺ ടൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പും ഉണ്ട്. ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ക്യാമ്പ് ഇൻ ഓപ്പൺ കൺട്രി വിത്ത് നോ സറൗണ്ടിങ് വാൾസ്. ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് സറൗണ്ടിങ് വാൾസ് ഒന്നും ഇല്ലാത്തതാണ്. ക്ലോസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് കൺവേർട്ടഡ് പ്രിസൺ ബിൽഡിംഗ് ഇൻ വിച്ച് മാക്സിമം സെക്യൂരിറ്റി ഇസ് ഗിവൺ ടു ഇൻമേറ്റ്സ്. സോ ക്ലോസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഫുള്ളി നമ്മൾ ജയിലിൽ കാണുമ്പോൾ ഇൻമേറ്റ്സിന് ആവശ്യമായിട്ടുള്ള മാക്സിമം സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Young offenders are very often sent to Bostel Institution for rehabilitation rather than kept under imprisonment. The term of Bostel is 2 to 3 years and in any case it should not exceed 5 years. So ഇവിടെ എന്താണ് 3 വർഷം വരെയാണ് മിനിമം. സോ അത് 5 വർഷത്തിൽ കൂടില്ല. സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് ഇസ് ദെയർ ടു ഗിവ് ട്രെയിനിങ് ടു ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ട്രെയിനിങ് ആണ്. ദ ട്രെയിനിങ്, ഫിസിക്കൽ എക്സസൈസ് ആൻഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ആർ ഗിവൺ ഹിയർ ആർ വെരി ടഫ് സോ ആസ് ടു പ്രിവെൻറ്റ് ദ ഇൻമേറ്റ്സ് ഫ്രം കമ്മിറ്റിംഗ് ഒഫൻസസ് അഗെയിൻ. സോ ഇവിടെ ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ കൊടുത്ത് അവർ പിന്നീട് ആ ഒരു ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. സോ അടുത്ത നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ലീഗൽ മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. 2015 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഇതിൽ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കാം. സോ ഇതിൽ ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 8, 9 10 സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 ടോട്ടൽ ചാപ്റ്റേഴ്സ് 10ഉം സെക്ഷൻസ് 112 സെക്ഷൻസുമാണ് ടോട്ടൽ ഉള്ളത്. സോ അതിൽ ചാപ്റ്റർ 1 ഡീൽ ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. സോ അതിൽ സെക്ഷൻസ് 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഡെഫിനിഷൻസ് വരുന്നത് സെക്ഷൻ 2 സെക്ഷൻ 2 തന്നെ 2 കെയിലാണ് ചൈൽഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. സോ അതിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അബൻഡൻറ്റ് ചൈൽഡ് എന്താണ്, അഡോപ്ഷൻ എന്താണ്, അഡോപ്ഷൻ റെഗുലേഷൻസ് എന്താണ്, ആഫ്റ്റർ കെയർ അതോറിറ്റി, സോ ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചൈൽഡ്, സോ ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ആൻഡ് കെയർ പ്രൊട്ടക്ഷൻ ആക്ട് 2015 സെക്ഷൻ 212 സെക്ഷൻ 2 അതിൽ തന്നെ 12ാമത്തെ ഭാഗത്തിൽ ചൈൽഡിനെ കുറിച്ച് പറയുന്നത് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. സോ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികളെയാണ് ചൈൽഡ് എന്ന ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2 അതിൽ തന്നെ 12 ചൈൽഡിനെ കുറിച്ച് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ സെക്കൻഡിൽ തന്നെ ഡെഫിനിഷൻസ് തന്നെ ജുവനൈലിനെ കുറിച്ചും ഡെഫിനിഷനുണ്ട്. അത് 2 35 12 ചൈൽഡിനെ കുറിച്ചാണ് പറയുന്നത്, 35 ജുവനൈലാണ്. സോ ജുവനൈൽ മീൻസ് എ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 18 years. സോ 18 yearsൽ താഴെ വയസ്സുള്ള കുട്ടികളെയാണ് ജുവനൈൽ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇനി ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആണ്. അതിൽ 3rd സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ടു ബി ഫോളോഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. സോ ഈ ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ജനറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾ ഓഫ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, ഡിഗ്നിറ്റി ആൻഡ് വർത്ത്, പാർട്ടിസിപ്പേഷൻ, ബെസ്റ്റ് ഇൻട്രസ്റ്റ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി, പോസിറ്റീവ് മെഷേഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് നോൺ സ്റ്റിഗ്മാറ്റൈസിങ് സെമാൻറ്റിക്സ്, പ്രിൻസിപ്പിൾ ഓഫ് നോൺ വേവർ ഓഫ് റൈറ്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആസ് എ മെഷർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, പ്രിൻസിപ്പിൾ ഓഫ് റിപ്പാട്രിയേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ,
ഫ്രഷ് സ്റ്റാർട്ട്, ഡൈവേർഷൻ, നാച്ചുറൽ ജസ്റ്റിസ്. സോ ഈ രീതിയിലാണ് ഇതിൽ സെക്കൻഡ് ചാപ്റ്റർ ഡീൽ ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ആണ്. ഇനി തേർഡ് വരുമ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ തേർഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ആരാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ്. നോട്ട് ബീയിങ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് with at least 3 years experience, and 2 social workers were selected in such manner as may prescribe, whom at least one shall be a woman, forming a bench, and every such bench shall have the powers confirmed by the Code of Criminal Procedure 1973. Metropolitan magistrate, or as the case may be, a judicial magistrate of first class. So juvenile justice ബോർഡിൽ അടങ്ങിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ്. സോ അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കറും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ നമ്മൾ ഒരു ബോർഡിൽ, ഈ വെൽഫെയർ ബോർഡിൽ. സോ അപ്പം സോഷ്യൽ വർക്കർ ആവണമെങ്കിൽ അയാൾക്ക് എന്താണ് 7 വർഷത്തിൽ കുറഞ്ഞത് 7 വർഷമെങ്കിൽ അതേ ഈ ഒരു ഫീൽഡിൽ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കണം. ഡിഗ്രി ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ സോഷ്യോളജി ഓർ ലോ. സോ ഇതിലേതെങ്കിലും ഉള്ളവർ മാത്രമേ സോഷ്യൽ വർക്കറായിട്ട് ഈ ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൽ എടുക്കത്തുള്ളൂ. So chapter 4 deals with the procedure in relation to children in conflict with the law. So ലോസുമായിട്ട് ഈ ഒരു ഇതിൽ വന്ന കുട്ടികളുടെ പ്രൊസീജിയേഴ്സൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ റോൾ ഓഫ് പേഴ്സൺ ഇൻ ഹൂസ് ചാർജ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ഇസ് പ്ലേസ്ഡ്. സോ അങ്ങനെയുള്ള ബെയിൽ, ജാമ്യത്തിനെ കുറിച്ച്, പാരൻസ് ഗൈഡൻസ് അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ഒരു 4th ചാപ്റ്ററിലാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ചാപ്റ്റർ 5 ഡീൽ ചെയ്യുന്നത്. സോ ഇതിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ചൊക്കെയാണ് ചാപ്റ്റർ 5 ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ 7 ആകുമ്പോഴത്തേക്ക് പ്രൊസീജിയർ ഇൻ റിലേഷൻ ടു ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. സോ നീഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടികളെക്കുറിച്ചുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ 6 ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ 7 ഡീൽസ് വിത്ത് റിഹാബിലിറ്റേഷൻ ആൻഡ് സോഷ്യൽ റീഇൻറ്റഗ്രേഷൻ ആണ്. സോ അതിൽ തന്നെ 39 സെക്ഷൻ പ്രോസസ് ഓഫ് റിഹാബിലിറ്റേഷൻ ആൻഡ് സോഷ്യൽ റീഇൻറ്റഗ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 8 ഡീൽസ് വിത്ത് അഡോപ്ഷൻ ആണ്. സോ അഡോപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 8 പറയുന്നത്. സോ ആർക്കൊക്കെ അഡോപ്ഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ, എലിജിബിലിറ്റി ഓഫ് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസ്, അഡോപ്റ്റ് ചെയ്യുന്ന പാരൻസിൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ച്, സോ അതുപോലെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസ് ലിവിങ് ഇൻ ഇന്ത്യ. സോ അങ്ങനെ പല രീതിയിലുള്ള അഡോപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 8 ഡീൽ ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ 9 ഓഫ് അതർ ഒഫൻസസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്കെതിരെയുള്ള മറ്റ് ഒഫൻസുകളെക്കുറിച്ചാണ് ചാപ്റ്റർ 9 പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ ക്രുവാലിറ്റി ടു ചൈൽഡ്, കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രുവാലിറ്റിയെക്കുറിച്ച് പറയുന്നത്. പ്രൊഹിബിഷൻ ഓൺ ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് ചിൽഡ്രൻ. സോ അങ്ങനെ കുട്ടികൾക്കെതിരായിട്ടുള്ള ഇതിനെക്കുറിച്ചാണ്. എംപ്ലോയ്മെൻറ്റ് ഓഫ് ചൈൽഡ് ഫോർ ബെഗ്ഗിങ്, സോ ബെഗ്ഗിങ്ങിന് കുട്ടികളെ വിടുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ ഒഫൻസസ്, പണിഷ്മെൻറ്റ്സ് ഒക്കെയാണ് ചാപ്റ്റർ 8 ഡീൽ ചെയ്യുന്നത്. സോ ചാപ്റ്റർ 10 മിസ്സെല്ലേനിയസ് ആണ്. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ അപ്പോൾ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ്. സോ അതിൽ എത്ര സെക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 112 സെക്ഷൻസ് ആണ്. സോ ഇതിന് കീഴിൽ വരുന്നത്. സോ ലാസ്റ്റ് സെക്ഷൻ, പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. സോ ഇത്രയേ ഉള്ളൂ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.